എന്നാൽ ഒരു പഞ്ചരംഗം പറഞ്ഞേക്കാം എന്ന് കോടതി മുറിക്കുള്ളിൽ വാദങ്ങൾക്കിടെ വാക്കാലങ്ങ് പറഞ്ഞതായിരുന്നില്ല. ഓർമ്മ ശരിയാണെങ്കിൽ ആ SIT രൂപീകരിച്ചു കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഇടക്കാല ഉത്തരവിലാണ് ഉത്തരവാദപൂർവ്വം സഗൗരവം കോടതിയുടെ അന്താരാഷ്ട്ര ഐഡൽ സ്മഗ്ലിംഗ് കോക്കസ് സുഭാഷ് കപൂർ റഫറൻസ്. അതിനു മുൻപ് ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് ദ്വാരപാലക പാളികളല്ല, ദ്വാരപാലകരെ തന്നെ വലിയ മോണിറ്ററി ബെനിഫിറ്റിന്, അതായത് ക്ഷേത്ര സ്വത്ത് കട്ടിക്കാശും വാങ്ങി അധമസംഘം മറിച്ചുവിറ്റോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയോ എന്ന് അന്വേഷിക്കണമെന്നാണ് മലയാളം. അതും വാക്കാൽ പറയുന്നതല്ല, രേഖാമൂലം എഴുതിയ ഉത്തരവാണ്. അന്താരാഷ്ട്ര ബന്ധമൊക്കെ പ്രതിപക്ഷം പറയുന്ന എന്തോ കള്ളക്കഥയാണെന്നും ആ പോറ്റി അവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണം ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു, ഇനിയെന്ത് അന്വേഷിക്കാനാ എന്ന മട്ടിൽ അന്വേഷണത്തിന്റെ കൂമ്പടയ്ക്കാൻ ആറ്റം വ്യഗ്രതയിൽ മണിക്കൂറെന്ന മട്ടിൽ ക്യാപ്സ്യൂൾ പമ്പിംഗ് നേതാക്കളുടെ വായടപ്പിച്ച SIT അന്വേഷണ സ്ട്രക്ചറിലേക്ക് പുതിയൊരാൾ കയറി നിൽക്കലാണ്. പേര് D മണി, എന്തോ ദാവോസ് മണി, ദാവൂദ് മണി, ദുബായ് മണി എന്നൊക്കെ പല പേരുകളിൽ പുരാവസ്തു കടത്തിലെ ദുരൂഹാവതാരമാണ്. ആ പ്രവാസായുടെ മൊഴി പ്രകാരം കടത്താൻ കൈമാറിയത് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ. തലസ്ഥാനത്ത് ഏതോ സ്വകാര്യ ഹോട്ടലിൽ ആ കള്ളക്കച്ചവടത്തിന്റെ ഡീൽ ഉറപ്പിക്കലിൽ ഒരു വണ്ടി നിറച്ച് കറൻസി ആ ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഏതോ ഉന്നതൻ അണ്ണാക്കിലേക്ക് തള്ളിയെന്നാണ് കാലുറച്ചു നിൽക്കാതെ അന്വേഷിക്കണം SIT. ഓർത്തു നോക്കിയാൽ മാരകമാണ്, ഭീകരമാണ്. ഒരു സംഘം, ഒരു നെറികെട്ട വഞ്ചനാ സംഘം കേരളത്തിന്റെ അഭിമാന ക്ഷേത്രത്തിൽ തീവട്ടിക്കൊള്ളയിലടിച്ച ഉരുപ്പടികൾ എവിടെ നിന്ന് ഇപ്പോഴും അറിയില്ലെങ്കിൽ എന്തോന്ന് അന്വേഷണം എന്നാണ് സാറേ വെങ്കടേഷേ. ആ റദ്ദം ജ്വല്ലറി, എവിടെ ഉരുക്കിയ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത് അന്വേഷണം അട്ടിമറിക്കാനാണ്. കള്ളമാണ്, ഫ്രോഡ് പണി. ആ പോറ്റി, ഗോവർദ്ധൻ, പണ്ടാരി, ട്രയോ വാതുറക്കുന്നത് കള്ളം പറയാനാണെങ്കിൽ അത് കോടികൾ കോടികൾ കൊടുത്ത് വിലക്കെടുത്ത് കോടതികളിൽ ഹാജരാവാൻ കാത്ത് ബാരക്കിലിരിക്കുന്ന പഞ്ചനക്ഷത്ര വക്കീൽ കൂട്ടത്തിന്റെ ബുദ്ധിയാണ്. ആ റദ്ദം പാണ്ഡുരംഗയ്യ നാഗാ ഗോവർദ്ധൻ എന്ന ഗോവർദ്ധൻ ഒരു ചെറിയ മീനല്ല. അയാളുടെ പിന്നിലുണ്ട് ആയിരക്കണക്കിന് കോടികളിൽ ആരെയും വിലക്കെടുക്കാൻ കരുത്തുള്ള ബെല്ലാരി സംഘബലം. ആ പണ്ടാരിപ്പടയ്ക്ക് ഈ നാടിന്റെ വിശ്വാസി വികാരം, അതിന്റെ അടിയാധാരം അടിയറ വെച്ച ആർത്തിപ്പണ്ടങ്ങളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ SITയുടെ മണ്ടയ്ക്ക് ഏതോ IPS സമ്മർദ്ദം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അട്ടിമറിയെങ്കിലും അല്ലെങ്കിലും ഏത് ക്രിപ്റ്റോ കറൻസിക്ക്, ഏത് മറ്റേ കറൻസിക്ക്, ഏത് കടൽ 7 കടൽ കടത്തിയെങ്കിലും, ഏത് പൊന്നുതമ്പുരാൻ അരമനയിൽ, ഏത് പാതാളത്തിലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവത്താർ ഉൾപ്പെടെകൾ കണ്ടെത്തും, ശാസ്താവിന് സമർപ്പിക്കും. അത് മാലയിട്ട് മലകയറുന്ന ഓരോ ഭക്തനും കേരളം കൊടുക്കുന്ന വാക്കാണ് അയ്യപ്പന്റെ വിലയുള്ള വാക്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ D സുരേഷ് കുമാർ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ VS ജിതിൻദേവ്, ശ്രീ മഹേഷ് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ D സുരേഷ് കുമാറിലേക്ക് പോകുന്നു. ശ്രീ സുരേഷ് കുമാർ, ഇത് വലിയ ഡയമെൻഷനിലേക്ക് പോവുകയാണ് അന്വേഷണം. ഏതോ പുരാവസ്തു കടത്തുകാരൻ മണി ഒരു വണ്ടി നിറയെ പണം കൊണ്ട് ഏതോ ഉന്നതന് കൊടുക്കുന്നു, കാര്യമൊക്കെ മൊഴിയായി കൊടുക്കുകയാണ് ആ പ്രവാസി വ്യവസായി. ഇതാ പോറ്റി സ്വർണം കെട്ടു, ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന മട്ടിൽ അഡ്വക്കേറ്റ് KN കുമാർ പറയുന്നത് പോലൊന്നും അല്ല എന്ന് തോന്നുന്നു കാര്യങ്ങൾ. ശ്രീ സുരേഷ് കുമാർ. അതെ, അക്കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ സമഗ്രമായി അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണം സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനോ യാതൊരുവിധ ആശങ്കയുമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യാലിറ്റി ആയി പോകരുത്, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന രൂപത്തിൽ അങ്ങനെ അർത്ഥം വരുന്ന നിലയിലേക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത്. പലപ്പോഴും ആ രൂപത്തിൽ ഇത് സാമാന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പാർശ്വവൽക്കരിക്കുന്ന നിലയിലേക്ക്, ഒരു ഇടുങ്ങിയ നിലയിലേക്ക് ഇത്തരം ചർച്ചകളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് തലയിൽ മുന്നിട്ട് നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ കോന്നി MLA ഈ കേസിൽ റിമാൻഡിൽ കിടക്കുകയാണ്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിസ്സംശയം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ പടിമുറ്റത്ത് പോലും സ്ഥാനമുണ്ടാകില്ല. പക്ഷേ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ രാഷ്ട്രീയ പിൻബലത്തെ സംബന്ധിച്ച്, അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ച് ബോധപൂർവം ചില ആളുകളെങ്കിലും തമസ്കരിച്ച് വർത്തമാനം പറയുകയാണ്. അത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അതിനെയെല്ലാം ആട്ടി അകറ്റിക്കൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രം നിൽക്കണം, അവരുടെ തലയ്ക്കുമേൽ മാത്രം നിൽക്കണം എന്ന പിടിവാശി ചില ആളുകൾ നടത്തുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നോട്ട് വന്ന് ദുരാരോപണങ്ങൾ ചൊരിയുകയാണ്. അദ്ദേഹം ആരോപണങ്ങൾ ചൊരിയുമ്പോൾ ആ ആരോപണങ്ങൾക്കകത്ത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകണം, വിത്ത് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാകണം. എന്ന രാഷ്ട്രീയ താങ്കൾ പറയുന്നു ഇത് എന്താണ്, ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ടയ്ക്ക് ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ജനങ്ങളിൽ ജനനന്മയിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും നേതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ അടിച്ചുമാറ്റലും കൊള്ളയും? ഈ പറയുന്ന അന്താരാഷ്ട്ര കടത്ത് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് എന്താണ്?
ഇത് ഗോവർദ്ധനും പോറ്റിയും ആരോ ചേർത്ത് ഉരുക്കി അവരെടുത്തു പണം കൊടുത്തു അത്രേ ഉള്ളൂ എന്ന് കരുതി ഡയമെൻഷൻ മാറി ഇത് കടൽ കടന്നും 500,000 കോടിക്കൊക്കെ കടത്തിയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിൽ മൊഴികൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കേസിൽ, ഒരു മാരകമായ കൊള്ളക്കേസിൽ, ഒരു മാഫിയ കേസിൽ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി രംഗം ജയിലിലാണ്. ഇപ്പോഴും ഒരു നടപടി എടുക്കുന്നില്ല ശ്രീ സുരേഷ് കുമാർ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്തോ ഇത് പൂർണ്ണമായി തെളിയുകയാണെങ്കിൽ മാത്രം നടപടി എന്നാ പറയുന്നത്. എല്ലാ കാലം നിങ്ങൾ അങ്ങനെ ആയിരുന്നോ? എല്ലാ കേസിലും നിങ്ങൾ അങ്ങനെയാണോ കാര്യം ചെയ്യുന്നത്? കാശ്മീർ അതാണ് അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പറയുന്ന ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ ചില മൊഴികൾ പുറത്തു വരുന്നു, ചില അന്വേഷണത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണതയിലെത്തുന്നതിന് മുൻപേ നമ്മൾ എന്താണ് മുൻവിധിയിലേക്ക് പോകുന്നത്? നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻവിധിയിൽ പോകുന്നു എന്ന് മാത്രമല്ല, ഇതിനെ ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യലായി ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരനാണോ സുരേഷ് കുമാർ? വലിയ പരിശ്രമം നടക്കുകയാണ്. ഇപ്പോൾ സിപിഎമ്മിന്റെ കണ്ണിൽ പോറ്റ് കുറ്റക്കാരനാണോ? സിപിഎമ്മിന്റെ കണ്ണിൽ പോറ്റ് കുറ്റക്കാരനാണോ? അല്ല, നിങ്ങളിപ്പോൾ കോന്നി എം എൽ എ ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇപ്പോൾ പ്രദേശങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കന്മാരുമായി വളരെ വ്യക്തിപരമായും പൊതു ബന്ധമുള്ള ആളുകൾ, അവരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ആട്ടി അകറ്റുന്നതിന് പ്രത്യേക ലൈസൻസ് കിട്ടിയതുപോലെയാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് പാർഷ്യാലിറ്റി ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം കൂടെ കൃത്യമായി സുരേഷ് കുമാർ, ഇവിടെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം, നമ്മുടെ ഒരു മുൻ സാമാജികൻ ഈ കേസിൽ അറസ്റ്റിലകത്ത് കിടക്കാണ്. നിങ്ങൾ പറയുന്നു പൂർണ്ണമായ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ നടപടി എടുക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ളതിനർത്ഥം ആ ലോജിക്ക് പോറ്റയ്ക്ക് ബാധകമാണോ? ആ ലോജിക്ക് താങ്കൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കൊക്കെ ബാധകമാണോ? ആ ലോജിക്ക് ഗോവർദ്ധനും ഈ ഭണ്ഡാരിക്കും ബാധകമാണോ ശ്രീ സുരേഷ് കുമാർ? അല്ല, റിമാൻഡ് കാലാവധിയിൽ കഴിയുന്ന ഒരാളിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പോലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഒരു സംരക്ഷണവും ലഭ്യമാകില്ല. ആ സംരക്ഷണം ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നെങ്കിൽ, ഇപ്പോഴും അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നെങ്കിൽ അത് സംരക്ഷണമാണ് അല്ലേ? അല്ല, നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരുന്ന നിലയിലേക്കാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ കേസുമായി പ്രത്യക്ഷമായി ബന്ധമുണ്ട് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്മകുമാറിനെന്നല്ല അതിനേക്കാൾ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് പോലും പടിമുറ്റത്ത് സ്ഥാനമുണ്ടാകില്ല. ഇവിടെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ മന്ത്രി രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടാവുന്നു, മന്ത്രി രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാക്കി സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്, അല്ലാതെ ആ മന്ത്രി പൂർണ്ണമായി കുറ്റക്കാരനാണ് തെളിഞ്ഞുകൊണ്ടല്ല. അതേ മട്ടിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം ഈ ഗുരുതരമായ കേരളം ഇതുവരെ കാണാത്തൊരു ക്ഷേത്രക്കൊള്ള കേസിൽ അകത്ത് കിടക്കുമ്പോൾ ഇപ്പോഴും അയാൾ ജില്ലാ കമ്മിറ്റിയിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് അർത്ഥം ശ്രീ സുരേഷ് കുമാർ അല്ലേ? അല്ല, ഇതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരും വീണുപോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം വന്ന് പറയുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരായി പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരുടെ വിളിച്ചുകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്തിട്ട് 2 സിവിൽ സർവീസുകാർക്ക് ഈ കേസുമായി പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോട് പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം, അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമുണ്ട് എങ്കിൽ അദ്ദേഹം അത് ഡോക്യുമെൻ്ററിയായി ജനങ്ങളെ അറിയിക്കണം. അദ്ദേഹത്തിന് മാത്രം പ്രത്യേക പ്രിവിലേജ് ഇക്കാര്യത്തിൽ ലഭ്യമാകുന്നു. എന്നാൽ ചില ആളുകൾക്ക് ഈ പ്രിവിലേജിൻ്റെ 1% പോലും ലഭ്യമാകുന്നില്ല എന്നുള്ളിടത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, ജനങ്ങളോട് സത്യസന്ധതയും നീതിയും ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ഉദ്യോഗസ്ഥരിൽ നിന്നല്ലേ തുടങ്ങേണ്ടത് ഹാഷ്മി? അതല്ലേ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത്?
ഇത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്ന, തെറ്റിദ്ധാരണ പരത്തുന്ന, എല്ലാ ആളുകളെയും തെറ്റായ ഉദ്ദേശം വച്ചു പുലർത്തുന്ന നിലയിലേക്ക് കള്ളപ്രചാരവേലയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മാറുന്നു. നമുക്ക് സന്ധ്യയോട് ചോദിക്കാം. പക്ഷെ എന്ന് പറയുമ്പോഴും ഇത്രയും ചീഞ്ഞളിഞ്ഞ ഒരു മാരകമായ കേസിൽ അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് കിടക്കുമ്പോഴും ഇപ്പോഴും അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി SIT കണ്ടെത്തിയ കുറ്റവാളി തുടരുന്നുണ്ട്, ശ്രീ ഡി സുരേഷ് കുമാർ. അത് യാഥാർത്ഥ്യമാണ്, അതിന് മാറ്റമില്ലേ? അത് പല ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ എന്തൊക്കെയോ പറയുകയാണ്, ഈ പറയുന്ന ന്യായങ്ങൾ പറയുകയാണ്. ആ ന്യായങ്ങൾ ജനത്തിന് ബോധ്യമാകുന്ന, പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യമാകുന്ന, പാർട്ടി പ്രവർത്തകരായ അയ്യപ്പഭക്തർക്കെങ്കിലും ബോധ്യമാവുന്ന ന്യായമാണോ അന്ന് എന്ന് നിങ്ങൾ പാർട്ടിക്കാർ ആലോചിക്കൂ. അങ്ങത് പറയും, അങ്ങത് പറയാൻ ബാധ്യസ്ഥനാണെന്ന് അങ്ങ് പറയുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സന്ദീപ്, ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളി പോറ്റി ആത്മബന്ധത്തിന് തെളിവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോടതിയിലുള്ള എന്നാൽ കേരളത്തോടാണ്. തെളിവ് ചോദിക്കുമ്പോൾ കോടതിയിൽ പറയാമെന്ന് മറുപടി. ഇവിടെ അന്വേഷണം അട്ടിമറിക്കാൻ 2 IPS ആഭ്യന്തര വകുപ്പിന് അറിവോടെ ഇറങ്ങുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുമ്പോഴും പേര് പറയുന്നില്ല. ഇതൊക്കെ എന്തിനാണ് മറിഞ്ഞ് പൊതിഞ്ഞ് പറയേണ്ട കാര്യം? സന്ദീപ്, പറഞ്ഞുകൂടെ കേരളത്തോട്, നാടിന്റെ പ്രതിപക്ഷ നേതാവിന്? ഹാഷ്മി, ഇതിൽ തുടക്കത്തിൽ CPM-ന്റെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ചർച്ചയിലും വളരെ വ്യക്തമാണല്ലോ. അവരിപ്പോഴും CPM-ന്റെ നേതാക്കന്മാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഈ കേസിൻ്റെ അന്തിമ വിധി വരുന്നതുവരെ അവരെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ഇവിടെ CPM-ന്റെ പ്രതിനിധി തന്നെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ അന്വേഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CPM-ന്റെ സർക്കാരിന് കീഴിൽ അവരുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം സ്വാധീനിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടന്നിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ തന്നെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ, അവരുടെ തന്നെ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവരുടെ പാർട്ടിയുടെ സമന്വിതരായ നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ ഇനിയെല്ലാം കോടതിയിൽ തെളിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അങ്ങ് അവരെ നടപടി എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഒന്നുകിൽ അവർക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നല്ലെങ്കിൽ അവർ പറയണം, അതല്ലെങ്കിൽ ഇവർ നിരപരാധികളാണ് എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടുണ്ടെന്ന് പറയണം. ഇപ്പോൾ ആഷ്മി ചോദിച്ച പോലെ തന്നെ ഇതേ ലോജിക്ക് വെച്ച് ഉണ്ണീഷൻ പോറ്റി അടക്കമുള്ളവരൊക്കെ നിരപരാധികളാണ് എന്നിവർ വാദിച്ചു കളയുമല്ലോ. അപ്പോൾ ഈ സ്വർണ്ണ പാളി കവർച്ചയടക്കമുള്ള ശബരിമലയിലെ കോടാനുകൂടി വരുന്ന തട്ടിപ്പ് പൂഴ്ത്തിവെക്കാനും മറച്ചു വെക്കാനുമുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ആ ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഒരു എന്താ പറയുക, അതിന് പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പേരുകൾ പുറത്തു പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് കൃത്യമായ സമയത്ത് അദ്ദേഹം പറയും. അതിൻ്റെ സമയം ഏതാണ്, ഏത് സമയത്ത് പറയണമെന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടാകും. ഇവിടെ CPM നേതൃത്വം പല ആളുകളെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഒരു ടൈമിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തോട് പറയുന്നയാളാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നയാളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇനിയും SITയെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തരത്തിലേക്കുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടാകുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപ്, എന്തിനാണ് ഉദാരാവസ്ഥ? നോക്കൂ, ഇവിടെ കേരളം ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയാണ്, അനേകം ലക്ഷക്കണക്കിനായ വിശ്വാസികളെ വേദനിപ്പിച്ച ഒരു ക്ഷേത്രക്കൊള്ളയാണ്. ആ ക്ഷേത്രക്കൊള്ളയിൽ കോടതി ഉത്തരവ് അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണ്. അന്വേഷണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ ആരവത്തോടെ വന്നൊരു അന്വേഷണ സംഘം ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരുപക്ഷെ ഫൈനൽ ലാപ്പിൽ തെരുവിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച യഥാർത്ഥത്തിൽ കാണുന്നത് പോട്ടെ. അങ്ങനെയുള്ള SITക്ക് മേൽ ഈ പറഞ്ഞ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി കേസ് അട്ടിമറിക്കാൻ നോക്കുന്നുവെങ്കിൽ എന്തിനാണ് മറച്ചു വെക്കേണ്ട കാര്യം? അവരുടെ ഔദാര്യം കാണിക്കേണ്ട കാര്യം എന്താണ്? പേര് പറയണം, കേരളത്തിൽ അറിയണ്ടേ അവരെ? സന്ദീപ്, അല്ല തീർച്ചയായിട്ടും. പക്ഷേ ആഷ്മി, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആഷ്മി. ആ സമയം തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സമയത്ത് പ്രതിപക്ഷ നേതാവ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തും, അതിൽ തർക്കവും വേണ്ട. പക്ഷേ ഇവിടെ SITയെ സ്വാധീനിക്കാൻ നേരത്തെ തന്നെ ശ്രമം ഉണ്ടാകുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇത്തരം ഗൂഢശക്തികൾ ഈ കേസന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി താൽപര്യാർത്ഥം ഈ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നേരത്തെ അറിയുന്നത് കൊണ്ടാണ് ഇത് ഒരു കേന്ദ്ര ഏജൻസി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നുള്ള നിലപാട് കോൺഗ്രസും UDFും സ്വീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള വിവരങ്ങളില്ലേ? ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അന്താരാഷ്ട്ര ഈ കള്ളക്കടത്ത് സംഘം വിഗ്രഹങ്ങളടക്കമുള്ള കാര്യങ്ങൾ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടത്തുന്ന സംഘം ഈ ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം മോഷ്ടിച്ചിരിക്കുന്നു, ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നു. അതിന് പുറകിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു. തിരുവനന്തപുരത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്, വിശ്വാസ സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്.
കേവലം ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളോ അതല്ലെങ്കിൽ ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികളോ മാത്രമല്ല 18ാം പടി വരെ ഊരിയെടുത്ത് കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 18ാം പടി അടക്കം പുതുക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? അപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ളത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് CPM-ന്റെ നേതാക്കന്മാരാണ്, സമുന്നതരായിട്ടുള്ള നേതാക്കളാണ്. കേവലം ഒരു പത്മകുമാറിലോ വാസുവിലോ മാത്രം ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ കൊള്ള നടത്താൻ കഴിയുമെന്ന് സാമാന്യന് ആരും ചിന്തിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ CPM-ന്റെ സമുന്നത നേതൃത്വം, പ്രത്യേകിച്ച് അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ, നോഡില്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെയൊരു സ്വർണ്ണ കവർച്ച നടക്കില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. അന്വേഷണം അങ്ങോട്ട് എത്തേണ്ടിയിരിക്കുന്നു, പക്ഷെ അന്വേഷണം എത്തുന്നില്ല. അവിടെയാണ് ഞങ്ങൾക്ക് പ്രയാസമുള്ളത്. ദേവസ്വം മന്ത്രിയിൽ ശരി, സന്ദീപ് പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട്, സുരേഷ് കുമാർ പറയുന്നതിൽ രാഷ്ട്രീയമുണ്ട്, താങ്കൾ പറയാൻ പോകുന്നതിലും രാഷ്ട്രീയമുണ്ട്. ജിതിന്റെ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ നേരത്തെ കരുതിയത് ഈ പറയുന്ന ആരാണ്, ഈ പങ്കജ് ഭണ്ഡാരിയും ഈ ഗോവർദ്ധനും ചേർന്ന് ഈ പറയുന്ന പാളിയിലെ സ്വർണ്ണം ഉരുക്കിയെടുത്ത് അവരെന്തോ ചെയ്തു എന്നാണ് നമ്മൾ കരുതിയത്. അങ്ങനെ അല്ലെന്നാ പറയുന്നത്. അത് മാത്രമല്ല, ഏതോ 4 പഞ്ചലോക വിഗ്രഹമടക്കം കണ്ട ഒരു സാക്ഷിമൊഴി ഇപ്പോൾ അവിടെയുണ്ട്. എന്താണ്, ഒരു വണ്ടി നിറച്ച് പണം അങ്ങോട്ടേക്ക് എത്തി. ഇപ്പോൾ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയാണ്, ഇത് അന്താരാഷ്ട്ര കടത്ത് അന്വേഷിക്കുന്ന CBI. അങ്ങനെ കടൽ കടന്നു പോയെങ്കിൽ, കേരളത്തിലെ ഒരു അഭിമാന ക്ഷേത്രത്തിലെ മുതൽ കടൽ കടന്നു പോയെങ്കിൽ അതിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലേ? ആരും അറിയണ്ടേ? CBS ജിതിൻദേവ്. ഹാഷ്മി, ഇത് ആദ്യം മുതൽ തന്നെ BJP പറയുന്നത് CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാതലായ കാരണം ഇതാണ്. അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു 487 ഗ്രാം സ്വർണം ഉരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത ഒരു തട്ടിപ്പൊന്നുമല്ല ഇത്. ആദ്യം മുതൽ തന്നെ BJP പറയുന്നത് ഇത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള വിഗ്രഹക്കടത്ത് സംഘത്തിന് കൃത്യമായിട്ട് ബന്ധമുള്ള വലിയ തട്ടിപ്പാണ് എന്ന് ആദ്യം മുതൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ SITക്ക് ഇക്കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, SIT അന്വേഷണം മതിയാകില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും പോറ്റിയുടെയൊക്കെ മൊഴി ഞങ്ങളിത് ഉരുക്കിയെടുത്തു അല്ലെങ്കിൽ ഉരുക്കി മാറ്റി സ്വർണം വെച്ചു. ഗോവർദ്ധൻ, ഉദാരമനസ്കനായ ഗോവർദ്ധൻ കൊണ്ടുവന്ന് ഒരു സ്വർണ്ണക്കട്ടി കൊണ്ടുവന്ന് SITക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിൽക്കുകയാണ്. ഈ കണ്ണി പൊട്ടിച്ച് മുമ്പോട്ട് പോകാൻ SITക്ക് സാധിക്കുന്നില്ല. ഈ മൊഴിയെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ SIT കൊണ്ട് സാധിക്കുന്നില്ല. ആകെ ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ VSSന്ന് വരുന്ന മറ്റേ സ്വർണം സാമ്പിൾ എടുത്ത് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് അടുത്ത മൊഴി വരുന്നത്. മണി, ദുബായ് മണി, ഏതോ ഡിങ്കോൾഫി മണി, ആ മണിക്ക് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി 2020 ഒക്ടോബർ മാസം 26-ാം തീയതി ഒരു വണ്ടി നിറയെ പണം വന്നു ഹോട്ടലിൽ വെച്ച് ഏതോ ഉന്നതന്, ശബരിമലയെ ബന്ധമുള്ള ഉന്നതന് കൈമാറി അത് വീതം വെച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ ഇവിടെ ശ്രീ മഹേഷൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ അവിടെ പഞ്ചലോക വിഗ്രഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആകെയുള്ളത് പ്രധാന വിഗ്രഹം പഞ്ചലോകത്തിൽ പൊതിഞ്ഞാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ചിലപ്പോൾ അത് 18ാം പടിയുടെ ഭാഗങ്ങളായിരിക്കും. 2015 പടി മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗങ്ങളായിരിക്കാം ഈ കൊണ്ടുപോയതേക്കാകും. അപ്പോൾ ഇതും പരിശോധിക്കേണ്ടി വരുന്നു. അപ്പോൾ വലിയ വലിയ മാനങ്ങളിലേക്ക് ഈ തട്ടിപ്പ് പോവുകയാണ്. അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നവർ പലരും പൊതിഞ്ഞു പറയുകയാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പറയണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, VD സതീശൻ അദ്ദേഹം പറയുകയാണ് 2 IPS ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ അവർ ഇടപെടുന്നു, SITക്ക് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല, അവരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അവിടെ രാഷ്ട്രീയം കളിക്കുകയല്ലേ. ഇപ്പം കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞെന്താണ്, സമയമാകുമ്പോൾ വരും. എപ്പോൾ വരും ഈ നമ്പർ? അത് പറയണ്ടേ? എന്തിനാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുന്നത്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? കോടിക്കണക്കിന് വിശ്വാസികളുടെ പ്രശ്നമല്ലേ? തുറന്നു പറയാൻ തയ്യാറാകണം. ഇന്ന ഉദ്യോഗസ്ഥർക്ക് A, B, അത് ആരാണ്? ആ 2 പേരുടെയും പേര് പറഞ്ഞ് അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ തയ്യാറാകണം. കടകംപള്ളിയുടെ പേര് പറയാൻ മടിയില്ലല്ലോ. കടകംപള്ളി ഇപ്പം ഉറങ്ങാൻ സാധിക്കുന്നില്ല, സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ കടകംപള്ളിയുടെ പേര് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ തയ്യാറാണ്. എന്തുകൊണ്ട് 2 ഉദ്യോഗസ്ഥരുടെ പേര് പറയാൻ പ്രതിപക്ഷ നേതാവ് മടിക്കുന്നു? അപ്പോൾ ഇതിനകത്തെല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നോക്കൂ, സുരേഷ് കുമാറിന്റെ രാഷ്ട്രീയം എന്താണ്? എന്തിന് ഞങ്ങളുടെ പാർട്ടിയെ പറയുന്നുള്ളത്? ഇതുവരെ പുറത്താക്കിയിട്ടില്ലല്ലോ സാർ. പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അങ്ങ് എന്താ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്? ഞങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് ഫൈനൽ കോടതി ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഞങ്ങൾ പുറത്താക്കിക്കൊള്ളാം. ഏത് കാലത്താണ് സാർ? അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരപരാധിയാണോ, സഖാവാണോ? അത് നിങ്ങൾ പറയാൻ തയ്യാറാണ്ടേ? കിടക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തെറ്റുകാരാണ്, ഞങ്ങളുടെ പത്മകുമാറും വാസു സാറും തെറ്റുകാരല്ല. ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അല്ല സുജിത്, ഞാൻ എൻ്റെ ചോദ്യം മറുപടി പറഞ്ഞില്ല. ഇത് കടൽ കടന്ന് ഇപ്പം അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പ്രവാസി വ്യവസായിയുടെ മൊഴിപ്രകാരം ഈ സാധനം കടൽ കടന്നു പോയി. ഇത് കടൽ കടന്ന് ഏതേതോ രാജ്യങ്ങളിലേക്ക് പോയി. എവിടെയാണെന്ന് ആർക്കറിയാം? അങ്ങനെ കടൽ കടന്നു പോയെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വത്ത് പോയതിൽ കേന്ദ്രത്തിന് പങ്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കേന്ദ്രത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ഹാഷ്മി,
ആൻറ്റിക് ലൈസൻസ് എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് ഇത് ആൻറ്റിക് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ കൃത്യമായി സുതാര്യതയില്ലാത്ത ഫംഗസ് ഭണ്ഡാരിയുടെ മന്ത്ര ഗോൾഡിലും മറ്റ് സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ഈ സാധനം പൊളിക്കാനും പരിശോധിക്കാനും മാറ്റം വരുത്താനും രൂപം മാറ്റാനും അല്ലെങ്കിൽ പൊതിയാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തവരല്ലേ തെറ്റുകാർ. ഇതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിക് ലൈസൻസ് ഉള്ള സഹോദര സ്ഥാപനമുള്ള സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഇവരുടെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. നോക്കൂ, പങ്കജ് ഭണ്ഡാരിയുടെ അവസാനം വരുന്ന മൊഴി അനുസരിച്ച് ഇത് പൊതിയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗുജറാത്തിൽ നിന്നോ എങ്ങാണ്ടെന്നോ ഒരാളെ കൊണ്ടുവന്നു, ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഏതൊക്കെയോ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ, തട്ടിപ്പ് സ്ഥാപനങ്ങൾക്കാണ് ഇതെല്ലാം കൊണ്ടുതരുന്നത്. ഇത് ഏത് വർഷമാണ് ഹാഷ്മി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പടന്നിരിക്കുന്നത്? 2019, 2020 ആ സമയത്താണ് യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ളത് നടപ്പിലാക്കിക്കൊണ്ട് ശബരിമലയെ തകർക്കുവാനുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഇറങ്ങിയത്. ആ സമയത്താണ് ഈ തട്ടിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാടിന്റെ ഒരു സ്വത്ത് കടൽ കടന്ന് അനധികൃതമായി അതും കേരളത്തിലെ ഏറ്റവും അഭിമാനസ്തംഭമായ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന സ്വത്തുക്കൾ കടൽ കടന്നു പോയെങ്കിൽ അത് രാജ്യത്തെ ഈ പറയുന്ന രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ നമുക്കും ഉണ്ടല്ലോ. നമുക്ക് അതിലേക്ക് എത്താം. കടത്താൻ നിൽക്കുകയല്ലേ സിസ്റ്റം. ശരി, നമുക്ക് അതിലേക്ക് എത്താം. ശ്രീ മഹേഷ് പണിക്കർ, ഒരു 2-2.5 മാസം മുമ്പ് ഇത്രയൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിനൊക്കെ മുമ്പ് താങ്കൾ ഇതേ ചർച്ചയിൽ പറഞ്ഞതാണ്. എന്താണ്? ഇപ്പോൾ പാളികൾ ഒറിജിനൽ അല്ല, വേറെ ഉണ്ടാക്കി കയറ്റിയതാണ്. ആ വഴി തന്നെ വരികയാണ് കാര്യങ്ങൾ. ഹൈദരാബാദിൽ ദീർഘനാൾ പൂഴ്ത്തിവെച്ച പാളികളാണോ ചെന്നൈക്ക് പോയെന്നാണ് സംശയം. അവതരിക്കുന്നുണ്ട് ഒരു പുരാവസ്തു കടത്തുകാരൻ, എന്തോ ഒരു ഡി മണി, നേരത്തെ ശ്രീജിന്ദേവ് പറഞ്ഞ പോലെ ഏതോ ഒരു ഡിങ്കോൾഫി മണി. ശ്രീ മഹേഷ് പണിക്കർ. തീർച്ചയായിട്ടും ഹാഷ്മി, നമ്മൾ എല്ലാം വിചാരിച്ച പോലെ തന്നെ ആ യഥാർത്ഥ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള ഇതിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് നമുക്ക് മനസ്സിലാകുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഡി മണി എന്ന് പറഞ്ഞൊരു പുതിയ ക്യാരക്ടർ വന്നിരിക്കുന്നു. അയാളൊരു വിഗ്രഹം മേടിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അയാളുടെ 4 പഞ്ചലോഹ വിഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ധാരപാലകളിൽ നിന്നൊക്കെ കട്ടളയോ കഥവോ കാര്യങ്ങളൊന്നുമല്ല. അതേ യഥാർത്ഥത്തിൽ നമ്മുടെ അഷ്ടദിക്പാലകരാകാനാണ് സാധ്യത. എൻ്റെ ഒരു ഇതിൽ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾ ഉറപ്പായിട്ടും അത് കച്ചവടം ചെയ്യാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ ബിനാമി ആയതുകൊണ്ട് ഈ തന്ത്രി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്തെ പോലൊന്നും മോഷണമല്ല നടക്കുന്ന ക്ഷേത്രങ്ങളിൽ. ഈ കബൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ പഴയ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇവർ കേടാണെന്ന് പറയും. തന്ത്രിയാണല്ലോ അത് പറയാൻ അധികാരി. ഈ വിഗ്രഹം കേടാണ്, എൻ്റെ കൈ പോയി കാല് പോയി എന്ന് പറയും. ഇത് പുതുക്കി പണിയാനായിട്ട് തീരുമാനമെടുക്കും. എന്നിട്ട് പുതുക്കി പണിയാനായിട്ട് തീരുമാനമെടുത്തിട്ട് പഴയ വിഗ്രഹങ്ങൾ മാറ്റും. ഇത് പിന്നെ ഇവരുടെ അവകാശം. 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള തന്ത്ര സംശയം, കുഴിക്കാട്ട് വച്ച തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവരുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് ഇവരിത് എടുത്തുകൊണ്ട് പോകും. അതിൽ ഈ എന്താ പറഞ്ഞ ദാരുവിലുള്ള വിഗ്രഹമാണെങ്കിൽ ദഹിപ്പിക്കും, ശിലയിലുള്ള വിഗ്രഹമാണെങ്കിൽ വെള്ളത്തിൽ കളയും, കയത്തിലൊക്കെ കളയും. ഈ സ്വർണം, വെള്ളി, പഞ്ചലോഹം അങ്ങനത്തെ വിഗ്രഹങ്ങൾ വിലയുള്ളതാണ് ഇവർ കൈക്കലാക്കും. അത് ഇവരുടെയാണെന്നും പറഞ്ഞ് ഇവരുടെ അവകാശമാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതൊരു തെറ്റായ കാര്യമാണ്. അങ്ങനെയൊന്നും അവകാശം അവർക്ക് അവരുടെ നേതൃത്വത്തിൽ അത് ഉടച്ചു വാർക്കണമെന്നാണ്. പക്ഷേ ഇവർ ഉടച്ചൊന്നും മാർക്കത്തില്ല. ഇവർ നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ബിനാമി ആൾക്കാരെ വെച്ചിട്ട് ഇത് വിൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വിൽപ്പന, അതായത് ശബരിമലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ ഇവരുടെ തന്ത്രത്തിലുള്ള മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളാകാം. ശബരിമലയിലാണെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന കൊടിമരത്തിന് മേലുള്ള വാജിവാഹനവും അതുപോലെ തന്നെ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളുമാണ്. അപ്പം ഈ വിഗ്രഹങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ ഏത് വിഗ്രഹമാണ് അവരെടുത്തിരിക്കുന്നത് അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ശ്രീകോവിലിനകത്തുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും പിന്നെ അവിടുത്തെ നമ്മുടെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ശിവേലി ബിംബവുമാണ്. അപ്പം അത് രണ്ടും പോയിട്ടുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാനും പാടില്ല. എന്നാലും പക്ഷേ ഈ അഷ്ടദിക്പാലകരും ഈ വാജിവാഹനം അവിടുന്ന് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രശ്നം വന്നേ പിന്നാണ് തിരിച്ചെടുക്കാൻ പറഞ്ഞു. പക്ഷേ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാജിവാഹനം അവരുണ്ടാക്കി വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന സാധനമാണ്. ഏകദേശം ഒരു 10-25-30 കിലോളം വെയിറ്റ് ഉള്ള വാജിവാഹനം, അഷ്ടദിക്കൂടെ 40 കിലോളം വെയിറ്റ് വരുന്ന വെള്ളിയിലൊക്കെ ഉണ്ടാക്കിയാണ് വാജിവാഹനം. അതൊരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ശബരിമല അയ്യപ്പനുമായിട്ട് ഒരുപാട് മറ്റേ ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ വളരെ വിലയുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം എന്തായാലും അന്വേഷണം ആ രീതിയിൽ തന്നെ യഥാർത്ഥ അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ട വിഗ്രഹങ്ങളും നഷ്ടപ്പെട്ട സ്വർണവും അതേ രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അല്ല ശ്രീ മഹേഷ് പണിക്കർ, ഈ ഗോവർദ്ധനൊക്കെ പറയുന്ന സത്യമാണോ? ദൈവത്തിന് മാത്രം അറിയാം. SITക്കും വലിയ പിടിയില്ലെന്നാണ് തോന്നൽ. ഇനി ആ പറയുന്നത് തന്നെ നോക്കൂ. അവിടെ ശാസ്താവിൻ്റെ സ്വർണം ഉരുക്കി അടിച്ചു മാറ്റിയ സ്വർണ്ണമെന്നറിഞ്ഞ് വാങ്ങിയ ഗോവർദ്ധന് വല്ലാത്ത സങ്കടം. പ്രായശ്ചിത്തം ചെയ്യണം. 10 പവൻ്റെ മാല മാളിക പുറത്തു കൊടുക്കുന്നു. ആ മാലയാവട്ടെ 10 പവനാണേ 6-7 വർഷമായി ഒരു രേഖയിലുമില്ല. ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ പൊട്ടി വീണ മട്ടിൽ മാല വരുന്നു, രേഖ വരുന്നു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രീ മഹേഷ് പണിക്കർ?
തീർച്ചയായിട്ടും ഹാഷ്മി, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാജിവാഹനത്തിൻ്റെ കേസ് വന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കണം. അതായത് പിടിക്കപ്പെടുമെന്നായപ്പോഴത്തേക്ക് തിരിച്ചു വെക്കുക. അതായത് വാജിവാഹനം എങ്ങനെയാണോ ഇത് എൻ്റെ കയ്യിലുണ്ട് തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വർണം അന്ന് 10 പവൻ ഗോവർദ്ധൻ കൊടുത്തെങ്കിൽ ഗോവർദ്ധൻ അത് തന്ത്രിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ കൊടുത്തിട്ട് തന്ത്രി അത് കൈക്കലാക്കിയിട്ടുണ്ടാവുന്നതാണ്. തന്ത്രിയോ അല്ലെങ്കിൽ പോറ്റിമാരോ അത് കൈക്കലാക്കിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാളികപ്പുറത്തെ മേൽശാന്തിമാർ എല്ലാ വർഷവും മാറുന്നവരാണ്. ഇപ്പോൾ 6 കൊല്ലമായിട്ടോ 5 കൊല്ലമായിട്ടോ ഉണ്ടെങ്കിൽ 5 കൊല്ലം 5 പേരാണ്. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഈ മാല എടുത്ത് ചാർത്തുന്നൊന്നുമല്ല. ഓരോ ദിവസവും ഇങ്ങനെ ചാർത്തി അടുത്ത മേൽശാന്തി വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ദേവതകളുടെയും അവരുടെ ആഭരണങ്ങൾക്കൊരു ലിസ്റ്റുണ്ട്. അത് ഉത്സവാധികാരങ്ങളിൽ ചാർത്തുന്ന രീതിയുണ്ട്, അല്ലാണ്ട് ഡെയിലി ചാർത്തുന്ന രീതിയുണ്ട്. ഡെയിലി ഒന്നും ഈ 10 പവൻ്റെ മാലയൊന്നും അവിടെ എടുത്ത് എല്ലാ ദിവസവും ചാർത്തത്തില്ല. അത് എന്തെങ്കിലും ഉത്സവമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇത്ര വാല്യൂ ഉള്ളൂ. ഏകദേശം ഇന്നത്തെ വില വെച്ചിട്ടാണെങ്കിൽ 10 പവൻ എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ വിലയുള്ളൊരു ആഭരണമാണ്. അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ അന്നേ അടിച്ചു മാറ്റിയതാണ്. പിന്നെ പിടിക്കപ്പെടും, ഇങ്ങനെ ഗോവർദ്ധൻ ഇങ്ങനെ മാല കൊടുത്തിട്ടുണ്ട്, അപ്പം ആ കാര്യങ്ങൾ വരുമെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും SITക്കോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഇത് പരിശോധനയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റാവുന്ന മാത്രമേ ഉള്ളൂ ഹാഷ്മി. കാര്യം ഇത് അന്നത്തെ ഗോവർദ്ധൻ കൊടുത്താണ് അയാളുടെ റോദം ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയുടെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം ഈ വെച്ച് കിട്ടിയിരിക്കുന്ന ഇപ്പം അവിടെ ഉണ്ടെന്ന് പറയുന്ന ഇപ്പം കയറ്റിയിരിക്കുന്ന ആഭരണം ചിലപ്പം വല്ല കല്യാണിൻ്റെയോ ഭീമയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവത്തിൻ്റെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ട് അത് തിരിച്ച് കയറ്റിയാൽ മാത്രമേ അങ്ങനത്തെ ഇത് വരത്തുള്ളൂ. അപ്പോൾ അന്നത്തെ ഫോട്ടോയും ഇന്നത്തെ ഫോട്ടോയും തമ്മിലൊക്കെ വെരിഫൈ ചെയ്താൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ അയ്യപ്പൻ എല്ലാ കൊള്ളയും പൊക്കാനുള്ള ഉത്തമ ബോധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ രീതിയിലാണ്. എവിടെയൊക്കെയോ ഇവർക്ക് ചെറിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ഇവർ ആ ചന്ദ്രഗ്രഹണ സമയത്ത് ഈ ദ്വാരപാലകരുടെ പാളി ഇളക്കിയത്, അന്ന് മുതൽ ഇവരുടെ നാശം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഓരോ ദിവസവും നമ്മൾ ആദ്യം ദ്വാരപാലക പാളി തുടങ്ങി, പിന്നെ കട്ടളയായി, കഥകായി, പിന്നെ മേളിലോട്ട് അന്വേഷണമായി 2017 വരെയായി, ഇപ്പോൾ അതിൻ്റെ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഉറപ്പായിട്ടും വളരെ അയ്യപ്പൻ്റെ ആ ഒരു ചൈതന്യം പൂർണ്ണമായ രീതിയിൽ എത്തിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ പത്മകുമാറിന്റെ കാര്യത്തിൽ എന്താണ് ഹൈക്കോടതി അല്ലെങ്കിൽ ഈ വിചാരണ കോടതി, ഹൈക്കോടതി, മേൽക്കോടതി എല്ലാം കണ്ടെത്തുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ സ്ഥാപിക്കണമെങ്കിൽ അത് മുഴുവൻ കഴിയണമെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ ബാധകമാണ്. പോറ്റിയുടെ കാര്യത്തിൽ ബാധകമാണ്. ഈ പറഞ്ഞ ഗോവർദ്ധൻ്റെ ഭണ്ഡാരിയുടെ കാര്യത്തിൽ അത് ബാധകമാണ്. മറ്റു കേസുകളിലും ബാധകമാണ്. എന്തിന് ഇവിടെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ കയ്യിൽ നിന്ന് വരെ കൈക്കൂലി വാങ്ങിയ ഒരു DJ സസ്പെൻഡ് ചെയ്തില്ലേ, അദ്ദേഹത്തിനത് ബാധകമാണ്. ആ സസ്പെൻഷൻ ഇപ്പോൾ വേണ്ട. കാര്യം വിജിലൻസ് കണ്ടെത്തിയിട്ടല്ലോ, അന്വേഷണം നടക്കണ്ടേ, മുകളിലോട്ട് കോടതിയിൽ തെളിയണ്ടേ സുരേഷ് കുമാർ. അപ്പോൾ ഈ വാദം നിലനിൽക്കുന്ന വാദമല്ല എന്ന് അങ്ങേക്കും അറിയാം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് 2 വാക്കിൽ മറുപടി പറയാനുള്ള അവസരം നൽകണം. അതിലൊന്ന്, ഈ പ്രതിപക്ഷ നേതാവ് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ കൃത്യത അല്ലെങ്കിൽ വ്യക്തത പാലിക്കാത്തതെന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിന് കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നാണ്. എന്താണ് ആ ഉദ്ദേശം? രാഷ്ട്രീയ കേരളത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. ആ ഉദ്ദേശത്തെയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് ദുരുദ്ദേശമെന്ന്. ഈ ദുരുദ്ദേശം കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം കേരളത്തിൽ നട്ട് നനച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കൃത്യമായ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അടിവരയിട്ട് പറയുന്നു, ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ ഉദ്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ കുറച്ച് കാലമായി കൃത്യമായി അജണ്ട വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. കാരണം ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട് എന്നുള്ളത് നാടോടിക്കാറ്റിലെ ദാസൻ്റെയും വിജയൻ്റെയും കഥ പോലെ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ രസാവഹമായി പറയേണ്ടുന്നൊരു കാര്യമല്ല. കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വിഷയത്തെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്കറിയാവുന്ന വിവരം നിങ്ങൾ SITയോട് പറയൂ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ബോഡിയോടോ കോടതിയോടോ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുത്താം. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ഈ കേസിൽ അനവധിയായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിൽ ഈ പറയുന്നത് പോലെ നിരപരാധികളെ കേസിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ കുറേ കാലമായി തൻ്റെ ഉത്തരവാദിത്വ ബോധം മറന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് CPMൻ്റെ ആരോപണമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് CPMൻ്റെ നേതാക്കന്മാർ ഈ കൊള്ളയിൽ പങ്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വളരെ ആസൂത്രിതമായി വർഷങ്ങൾക്ക് മുൻപ് ആ നാട്ടിലെ ശബരിമല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ MP ആയിട്ടുള്ള ശ്രീ ആൻഡോ ആൻ്റണി, കോന്നിയിലെ MLA ശ്രീ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹം മൺമറഞ്ഞു പോയി, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണപിള്ള, ഈ 3 പേരും, പ്രയാർ ഗോപാലകൃഷ്ണൻ, ഈ 3 ആളുകളും ചേർന്ന് ഈ 2 ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള 2 ആളുകളെയും കൊണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കലേക്ക് പോവുകയും
അവിടെ ബ്രേസ്ലെറ്റ് ധരിപ്പിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ 3 പേരുടെയും ആശീർവാദത്തോട് പിന്നെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ മോഷണം പ്ലാൻ ചെയ്തതെന്ന് CPM ആരോപിക്കുകയാണ്. ഇവിടെ ആരോപിച്ചത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ പ്രതിയായിട്ടുള്ള മറുപടിയായിട്ടുള്ള എന്റെ ആരോപണമാണ്. ഉൾക്കൊള്ളാൻ കഴിയുമോ നിങ്ങൾക്ക്? അല്ല, SIT ജയിലിൽ പിടിച്ചിട്ട് നിങ്ങൾ CPM ജില്ലാ കമ്മിറ്റി അംഗത്തെ അല്ലേ? അപ്പൊ ആരോപണം ശരിയാവുക എങ്ങനെയാ? ചേർച്ച വേണ്ടേ? ആരോപണം ഉന്നയിച്ചോ? ശരിയാണ്, രാഷ്ട്രീയ ആരോപണമാണ്. AICC ആണ് ഈ കൊള്ളക്ക് നേതൃത്വം നൽകിയത് എന്ന് താങ്കൾ ആരോപിക്കുകയാണെങ്കിൽ AICC ആരോപിച്ച AICCയുടെ കൊള്ളയിൽ അകത്ത് കിടക്കുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം എങ്ങനാ? CPM എൻ വാസവും എങ്ങനാ? അവർ കോൺഗ്രസ്സുകാരാണോ? അവരും കോൺഗ്രസ്സുകാരെ വേണ്ടി നടത്തിയോ? ഹാഷ്മി, ഈ ഡിസ്കഷനിൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നത് പാർഷ്യൽ ആകരുത്. എന്നെ ഒരു കാര്യം കൂടെ പറയാൻ അനുവദിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ്, പത്തനംതിട്ടയുടെ MP, അതുപോലെ തന്നെ അവിടുത്തെ MLA, ഇപ്പോഴത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ മൺമറഞ്ഞു പോയി എങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ഈ 3 ആളുകളുടെ ഒപ്പം സഞ്ചരിച്ച് നമുക്കറിയാമല്ലോ, അന്നത്തെ UPA അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ ചില്ലറ കടമ്പകൾ കടന്നാൽ പോരാ. അങ്ങനെ അവിടെ ചെന്നത് എന്തിനാണ്? അതിനെ സംബന്ധിച്ചും അന്വേഷണം വരട്ടെ. അന്വേഷണത്തിന്റെ ഒടുവിൽ ഈ കാര്യങ്ങളുടെ വ്യക്തമായി ഇവരെന്തിനവിടെ പോയി, എന്താണ് അവരുടെ ഉദ്ദേശം, ആ പോക്കിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്തായിരുന്നു, ഇതെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ പത്മകുമാറിനെ കുറിച്ച്, വാസുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് പോലെ സോണിയാഗാന്ധിയെ കുറിച്ചും അടൂർ പ്രകാശിനെ കുറിച്ചും അതുപോലെ തന്നെ ആന്റണിയുടെയും പങ്കിനെ കുറിച്ചും അവരുടെ പിന്നിൽ ജയിൽ ചോറ് ഇരുന്നോണ്ടാ? പത്മകുമാറിനെ പറ്റി, വാസുവിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടാ അവര് ജയിലിൽ കിടക്കുക? ഏത് കേസില്? നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ള കേസില് അല്ലേ? അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ ഒരു ചിത്രം? പാതി വഴിയിലല്ലേ ഇവരുടെയും പങ്കാളിത്തം? അല്ലല്ല, അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ ഒരു ചിത്രം? അങ്ങനെ ചേർത്ത് വെക്കാനാണെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചിത്രമില്ലേ ചേർത്ത് വെക്കോ? അതിന്റെ കൂട്ടത്തിൽ കടകംപള്ളിക്കൊപ്പം ചിത്രമില്ല, ചേർത്ത് വെക്കാവോ? അങ്ങനെയാണെങ്കിൽ ചിത്രം അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ സമുന്നത നേതൃത്വത്തിന് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി ഇതേ രൂപത്തിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയെ തിരുത്താൻ തയ്യാറായില്ലല്ലോ. തയ്യാറായില്ല. ജില്ലാ കമ്മിറ്റി ജയിലിൽ കിടക്കുക, ഇരുന്നോട്ടെ. സുരേഷ് കുമാർ, എങ്ങനെ തിരുത്തും ഞാൻ? നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ജയിലിൽ കിടക്കുക, എങ്ങനെ തിരുത്തും? ജയിലിൽ കിടക്കുന്നു അല്ല, ഞാനത് പറഞ്ഞോട്ടെ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത. ആ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കൊപ്പം ന്യൂഡൽഹിയിൽ വരെ പോയി അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ചെന്ന് അവിടെ എന്ത് രൂപത്തിലുള്ള ആലോചനയാണ് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കോ ഹാഷ്മിക്കോ ഇവിടെ ചർച്ച ചെയ്യുന്ന ആളുകൾക്കോ അറിയില്ല. അവരുടെ ക്രിമിനൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും വ്യക്തതയില്ല. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പറ്റുള്ളൂ. നമുക്കൊരു മുൻവിധിയിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുമോ? ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുമോ? ഇത്തരം കള്ളന്മാരുടെ ക്രിമിനൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കെങ്കിലും നിർവചിക്കാൻ വേണ്ടി പറ്റുമോ? അന്നേ ഇവർ ഈ രൂപത്തിലുള്ള കൊള്ളയ്ക്ക് ഒരു ആസൂത്രിത ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കാർക്കെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? ഈ കൊള്ളയിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെയും അങ്ങയുടെ പാർട്ടിയുടെ നേതാവും മുൻ ദേവസ്വം പ്രസിഡന്റുമായ വാസുവിനെയും ഈ കോൺഗ്രസ് സംഘം കുഴിയിൽ വീഴ്ത്തി എന്നാണോ അങ്ങയുടെ ആരോപണം? അല്ല, പത്മകുമാറിനെയും വാസുവിനെയും ഈ ആളുകൾ പരിചയപ്പെടുന്നതിന് മുൻപേ ആന്റണിയുമായും അടൂർ പ്രകാശുമായും പ്രയാർ ഗോപാലകൃഷ്ണനുമായും എന്തായിരുന്നു ഇവർക്ക് കച്ചവടം? എന്തായിരുന്നു ഇവരുടെ രഹസ്യ ബാന്ധവത്തിന്റെ മോട്ടീവ്? ശരി, അല്ല താങ്കളുടെ ആരോപണം അല്ല അതും പുറത്തു വരണ്ടേ? ഉറപ്പായും വേണം. അല്ല, അങ്ങനെ രഹസ്യ മോട്ടീവ് ഉണ്ടെങ്കിൽ, ഏതൊക്കെ മോട്ടീവ് ഉണ്ടെങ്കിൽ എല്ലാം പുറത്തു വരണം. അല്ല സുരേഷ് കുമാർ, താങ്കളുടെ ആരോപണം എന്താണ്? സോണിയാഗാന്ധിയുമായി പോയി അവിടെ ഗൂഢാലോചന നടത്തി ഈ ശബരിമല ക്ഷേത്രക്കുള്ളകൾ പ്ലോട്ട് ഒരുക്കി എന്നാണ് താങ്കളുടെ ആരോപണം അല്ലേ? അപ്പൊ ആ പ്ലോട്ട് ഒരുക്കിയെങ്കിൽ ആ പ്ലോട്ടിലേക്ക് അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പോയി വീണത് എങ്ങനെയാണ്? ജാഗ്രത കുറവുണ്ടായോ? കോൺഗ്രസിന്റെ പ്ലോട്ടിൽ പോയി വീണ പത്മകുമാറിന് CPMന്റെ അല്ല, ഞാൻ സന്ദീപ് വാര്യരുടെ വാക്കുകളാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് CPMന്റെ സമുന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നടന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുമായി ഈ പ്രതികൾക്ക് എന്തായിരുന്നു കച്ചവടം? ആന്റണിയുമായി എന്തായിരുന്നു കച്ചവടം? അടൂർ പ്രകാശുമായി എന്തായിരുന്നു കച്ചവടം? പ്രയാർ ഗോപാലകൃഷ്ണനുമായി ഇവർക്കുള്ള ബാന്ധവത്തിന്റെ അടിവേരെന്താണ്, അടിസ്ഥാനം എന്താണ്? ഇതറിയാൻ കേരളത്തിലെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട്.
പുറത്തു വരണം, അല്ലെങ്കിൽ ഇവർ പറയണം. അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ദുഷ്ടമോട്ടീവ് ഉണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രതിപക്ഷ അത് ഏത് നേതാവ് പൊന്നുനമ്പരാണെന്ന് ആഴേക്ക് പുറത്തു ഞാൻ പറയട്ടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്നിവർ നാഴികയ്ക്ക് 40 വട്ടം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പ്രയാർ ഗോപാലകൃഷ്ണനും ഈ കള്ളന്മാരുമായി സോണിയാഗാന്ധിയെ കാണാൻ പോയത് ഇന്ന കാര്യത്തിനാണ് എന്ന് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുന്നിൽ സത്യസന്ധതയോടുകൂടി പറയാൻ ഇവർക്ക് രാഷ്ട്രീയ ആർജവം ഉണ്ടാകണം. അതല്ലേ ഉണ്ടാവേണ്ടത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോറ്റി കണ്ടത് എന്തിനാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം അങ്ങേക്കുണ്ടോ? അത് വണ്ടുവണ്ണാണ്. അടുത്തടുത്ത് എന്ത് പറയുന്ന പോലെയുള്ള ചിത്രം പുറത്തു വന്നാണ്. എന്തിനായിരിക്കും? അല്ലല്ല, ഇവിടെ നിന്ന് ഡൽഹി വരെ സഞ്ചരിച്ചു പോയി അവിടെ ചെന്ന് സോണിയാഗാന്ധിയെ കാണുകയും അവരുടെ കൈകളിലേക്ക് ബ്രേസ്ലെറ്റ് അണിയുകയും ചെയ്യുന്ന നിലയിലേക്ക് ഈ ബാന്ധവം വളർന്നത് എങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമില്ലേ? ഈ പറയുന്നവർ കള്ളന്മാരായി ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ എല്ലാ ബന്ധങ്ങളും അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പോറ്റിയെ കള്ളനെന്ന് വിളിക്കുകയാണെങ്കിൽ മാത്രം അന്വേഷിക്കുകയും പോറ്റിയെ കള്ളനെന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങ് പത്മകുമാറിനെയും കള്ളനെന്ന് വിളിക്കണം. പോറ്റിയെ കള്ളനെന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങ് പത്മകുമാറിനെയും കള്ളനെന്ന് വിളിക്കണം. അല്ലാതെ പത്മകുമാർ കുറ്റക്കാരനല്ലെങ്കിൽ അങ്ങയുടെ ലോജിക്കിൽ പോറ്റി കുറ്റക്കാരനല്ല ആണോ? കാശ്മീർ സാങ്കേതികമായി ഉത്തരവാദിത്വം കൃത്യതയോടുകൂടി നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ പോലും പ്രതിപട്ടികയിൽ ചേരുന്ന കാലഘട്ടം ഒരു സാങ്കേതികതയല്ല. വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇല്ല, ഒരു സാങ്കേതികതയല്ല. ഒരു സാങ്കേതികതയല്ല. റിമാൻഡ് പുറകെ ഒരു സാങ്കേതികതയല്ല. അല്ലല്ല, ന്യായീകരിക്കണ്ട. എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറയണ്ട. അകത്ത് കിടക്കുന്ന പത്മകുമാറിനെ ന്യായീകരിക്കാൻ അറിയാത്ത കാര്യം പറയണ്ട. ഒരു സാങ്കേതികത അല്ല. ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഇല്ലല്ല, ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. ഒറ്റ വാക്കിക്കാർ പിടിക്കണ്ട. ഇത് സാങ്കേതികമാണോ, ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അധികം താമസിയാതെ വ്യക്തമായ വിവരം വരും. ആരെയും വെറുതെ അവരുടെ പാപഭാരം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ പ്രസ്ഥാനവും അത് ഏറ്റെടുക്കില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ മാത്രം പാർഷ്യലായി നമ്മൾ ഡിസ്കഷൻ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്തരം സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായി ഇവർ ഡൽഹി വരെ സഞ്ചരിച്ച് മാഡം സോണിയാഗാന്ധിയെ കാണുകയും അവിടെ വളരെ വിശിഷ്ടമായിട്ടുള്ള അതിഥികൾക്ക് മാത്രം പ്രവേശനമുള്ള ആ സമയത്ത് പോലും അവിടെ പോയി സ്വതന്ത്രമായി വിരാജിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവരുടെ ബന്ധം വളർന്നത് എങ്ങനെ? ചോദ്യമാണ്. പക്ഷെ ആ ചിത്രം വെച്ചിട്ട് അകത്ത് എന്താണ് ജയിലിൽ കിടക്കുന്ന രണ്ടുപേരുടെ കാര്യവും സോണിയാഗാന്ധിയുടെ ചിത്രവും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാവോ? അത് എന്ത് യുക്തിയാണ് ശ്രീ സുരേഷ് കുമാർ? മനസ്സിലാവുന്നില്ല. താങ്കൾ രാഷ്ട്രീയ പ്രതിരോധത്തിൽ പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് ലോജിക്കുണ്ടോ? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അല്ലല്ല, രാഷ്ട്രീയ പ്രതിരോധമല്ല. അത് രാഷ്ട്രീയ പ്രതിരോധമല്ല. അതിനകത്ത് നമ്മളാരും, ഞാനും ഹാഷ്മിയും ഇവിടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹ പാനലിസ്റ്റുകളും അറിയാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വിഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹ പാനലിസ്റ്റോടെ പറഞ്ഞു, ഈ പോറ്റിക്കൊക്കെയുള്ള ബിനാമി ബന്ധങ്ങളെ സംബന്ധിച്ച് ഈ ചർച്ചയുടെയൊക്കെ തുടക്കം മുതലേ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ശബരിമലയുടെ ചുറ്റുവട്ടത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഓരോ ആളുകളുടെയും ജാതകവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് ആരുള്ളിലേക്ക് കടക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡല്ല. അതിനവിടെ ചില ചുറ്റുവട്ടങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം പോലും വ്രണപ്പെട്ടു പോകുന്ന ചില പ്രവണതകൾ അവിടെ ഉണ്ട്. അതിലേക്കടക്കം അന്വേഷണം നീണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ പൂർണ്ണമായ രൂപം അങ്ങനെ വ്രണപ്പെടുന്ന വിശ്വാസമൊന്നും ഇല്ലാതെ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയിൽ മൂർത്തമായ ഒരു കൊള്ളയാണ്, ഒരു മൂർത്തമായ കൊള്ള. അതിന്റെ മൂർത്തമായ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നേ മതിയാവും. ഒരു തർക്കമാക്കരുത്തില്ല. അതിനിടയിൽ ഒരു വികാരം ആർക്കും വ്രണപ്പെടില്ല. ഒരു കാര്യം കൂടെ അങ്ങയുടെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് BJP പ്രതിനിധിയോട്. കടൽ കടന്നത് പോയിട്ട് നിങ്ങളുടെ ഇന്റലിജൻസിന് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ്, യു ടേൺ അടിച്ച് പറയുകയാണ്, ഇത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ നമുക്കെല്ലാവർക്കും അറിയാത്ത അണിയറ കഥകളെ സംബന്ധിച്ച് എനിക്കും ഹാഷ്മിക്കും ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്കും അറിയാം. എന്നെക്കാൾ ഒരുപക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം ആരാണ് ഇതിന് പിന്നിൽ, ആരാണ് ഇതിൻ്റെ പ്രേരണാശക്തി, പ്രേരണാകുമാരി ആരാണ്. ഇവിടെ ശബരിമലയിൽ സ്ത്രീകളെ ആദ്യഘട്ടത്തിൽ കയറ്റണമെന്ന് അഹോരാത്രം വാദിച്ചവർ ആരാണ്? ഞാൻ ചോദിക്കട്ടെ, പ്രേരണയുടെ രാഷ്ട്രീയം നമുക്കെല്ലാം അറിയാം. ഇപ്പോഴും അവർ എക്സാമിൽ കിടപ്പുണ്ട്. അവർ രാഷ്ട്രീയം എന്താണ്? ഒന്നാം തന്നെ BJP-ക്കാരെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രസക്തമായ ക്വസ്റ്റ്യൻ.
സന്ദീപ് വാര്യർ, ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയൂ. പക്ഷേ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം നിങ്ങളൊക്കെ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ എന്താണ് അവിടെ സർവധർമ്മ സമഭാവന എന്ന അർത്ഥത്തിൽ മതഭേദമന്യേ കേരളത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ കൊള്ള നടന്ന ഭഗവാന്റെ ഉരുപ്പടികൾ 2.5-3 മാസം ആകുമ്പോഴേക്കും എവിടെ നിന്ന് ഇതുവരെ അറിഞ്ഞൂടാ എസ് ഐ ടിക്ക്? എവിടെ നിന്ന് ഇതുവരെയും അറിഞ്ഞൂടാ സന്ദീപ് എസ് ഐ ടിക്ക്? ആർക്കും അറിഞ്ഞൂടാ എവിടാന്ന്? ആഷ്മി, ഈ മിനിഞ്ഞാന്നും ശബരിമലയിൽ പോയി ഭഗവാനെ കണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞത് കഴിഞ്ഞ അവസരത്തിൽ ഞാൻ നിസ്സാരമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ വിജയദാസ എന്നുള്ള രീതിയിൽ ശ്രീനിവാസൻ്റെ വിഖ്യാതമായ ഡയലോഗ് ഉപയോഗിച്ച് ഉടനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്തത്. പ്രതിപക്ഷ നേതാവും അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ജയിലിനകത്തുള്ളത് അനന്ത നമ്പ്യാരും കൊപ്ര പ്രഭാകരനും മാത്രമാണ്. പോൾ ബാർബറയാണ് പിടിക്കേണ്ടത്. ആ പോൾ ബാർബറെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചില പഥ്യങ്ങളുണ്ട്, ചില അവധാനതകൾ കാണിക്കേണ്ടി വരും. എല്ലാ കാര്യവും ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാൽ ഈ പ്രതികൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ എത്തുമെന്നേ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഈ കൊള്ളയും കള്ളക്കടത്തും കൊലപാതകവും ഒക്കെ അല്ലെങ്കിൽ കഞ്ചാവ് തോട്ട നിർമ്മാണവും ഒക്കെ ശീലമാക്കിയിട്ടുള്ള അനന്തൻ നമ്പ്യാരും കൊപ്ര പ്രഭാകരനും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ആദ്യം തള്ളിപ്പറയേ, അത് കഴിഞ്ഞ് നമുക്ക് പോൾ ബാർബറിലേക്ക് എത്താം. 1. 2, അദ്ദേഹം പറഞ്ഞതെന്താ? അദ്ദേഹം ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിനായിട്ടാണ്? സോണിയാഗാന്ധിയെ കണ്ടു. മാഡം സോണിയാഗാന്ധിയെ ഒരുപാട് പേർ കാണുന്നുണ്ടാകും. അതെല്ലാം സംഭവിക്കുന്നത് ഈ സ്വർണ്ണപ്പാളി കവർച്ചയൊക്കെ പൊതുസമൂഹത്തിലേക്ക് വരുന്നതിന് എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ടാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. CPM-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അങ്ങനെ അഭിപ്രായമുണ്ടോ? മാഡം സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ ഈ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം ഒരു ബന്ധമുണ്ടെന്ന് CPM-ൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും അങ്ങനെ ആരോപണം ഇല്ലല്ലോ. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM-ൻ്റെ സൈബർ കടന്നലുകൾ ഒരുക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇവിടെ വന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഏത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണല്ലോ പാരഡി പാട്ടിനെതിരെ കേസെടുക്കാൻ പോയത്. ആ പാരഡി പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ അവസ്ഥ എന്താ? ലണ്ടനിലെ പബ്ബിൽ വരെ ഇപ്പോൾ ആ പാട്ടാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ യുവാക്കൾ ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ട്രെൻഡിങ് ആയി മാറി. അപ്പോൾ ഇവരുടെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ്. അപ്പോൾ ജനങ്ങൾ വീണ്ടും അത് ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ഈ മണ്ടത്തരം മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ അതിന് പുറകിൽ അയ്യപ്പൻ്റെ ഒരു മായയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും നീണ്ടുപോകാൻ കാരണമായത്. ഇവരാ പാരഡി പാട്ടിലെടുത്ത കേസ് കൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം, ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം പുറത്തോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ, അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ സോണിയാഗാന്ധിയെ കണ്ടത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. അവരെ മുഴുവൻ, ആ ഫോട്ടോഗ്രാഫ് മുഴുവൻ വെച്ച് അവരെ മുഴുവൻ അന്വേഷിക്കണം. അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളല്ലേ അന്വേഷിക്കുന്നത്? നിങ്ങളെ ഗവൺമെൻറ് ഭരിക്കുന്നു, നിങ്ങളുടെ ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. കോൺഗ്രസിനോ UDF-നോ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയുമോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളങ്ങ് അന്വേഷിക്കുന്നേ. നിങ്ങൾക്ക് എന്താ കഴിയാത്തത്? നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ, നിങ്ങളുടെ ജില്ലാ നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഞങ്ങൾക്ക് ഉന്നയിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയുമല്ലോ. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയല്ലേ. നിങ്ങളുടെ നേതാക്കന്മാർ ജയിലിലായിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനും ഇതിലൊരു പുലബന്ധം പോലില്ല. പക്ഷെ ചുമ്മാ തങ്ങ് വന്ന് ആക്ഷേപിക്കുകയാണ്, ചുമ്മാ തങ്ങ് വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധനും ഈ പറഞ്ഞ പോറ്റിയൊക്കെ സോണിയാഗാന്ധിയെ എങ്ങനെ പോയി കാണാൻ പറ്റുന്ന ചോദ്യമുണ്ട് സന്ദീപ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ജയിലിൽ കിടക്കുന്നതിന് എന്താണ് പ്രതിരോധമായി രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറയുമ്പോൾ പോലും എന്തിനാണ് പോയി അവിടെ പോയി കാണേണ്ട കാര്യം എന്താ എന്ന ചോദ്യമില്ലേ? അടൂർ പ്രകാശ് എന്തിനാ കൂടുതൽ ചോദ്യമില്ലേ? ആന്റോ ആന്റണി എന്തിനാ കൂടുതൽ ചോദ്യമില്ലേ? എൻ്റെ ഹാഷ്മി, ഇവിടെ ഈ സ്വർണ്ണപ്പാളി വിഷയമൊക്കെ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നൊരു വ്യക്തി സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ലേ? ദേവസ്വം മന്ത്രിയുമായിട്ട് അടുത്തിരുന്ന് കൂട്ടുകാരെ പോലെ സംസാരിച്ചിട്ടില്ലേ? ഈ അന്വേഷണ തുടക്കത്തിൽ മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ന്യായീകരിച്ചതാരാ? മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പരസ്യമായിട്ടൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാന്യനാണെന്ന് പറഞ്ഞില്ലേ, നല്ലവനാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരായിരുന്നു? ഞങ്ങൾ ആരെങ്കിലും കൊടുത്തോ? ഞങ്ങൾ ആരും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നേതാക്കന്മാർക്ക് മുഴുവൻ ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നത് ഇവരുടെ ഈ പറയുന്ന പത്മകുമാറും വാസുവും അടക്കമുള്ളവർ
അവരെ സംരക്ഷിക്കാനുള്ള പരിചയമായിട്ട് ഇവർ ഉപയോഗിക്കുകയാണ്, ഷീൽഡായിട്ട് ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഇപ്പോഴും പത്മകുമാറിനെയും വാസുവിനെയൊക്കെ സംരക്ഷിക്കുന്നത്? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം അതിൽ പ്രതിഷേധിച്ചു എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇപ്പോഴും പത്മകുമാറിനും വാസുവിനും പ്രതിരോധം ഉയർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പത്മകുമാറും വാസുവും ഇനി വായ തുറക്കാൻ പാടില്ല. പത്മകുമാർ വായ തുറന്നാൽ, വാസു വായ തുറന്നാൽ ദൈവതുല്യനായിട്ടുള്ള മറ്റു പലരും ഇതിലകപ്പെടും. ആ ദൈവതുല്യനായിട്ടുള്ള ആളുകൾ ആരാണ്? പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന്റെ ദൈവതുല്യനായിട്ടുള്ള ആൾ അദ്ദേഹം അത് CPM അകത്തുള്ള നേതാക്കന്മാരാണ്, അന്നത്തെ മന്ത്രിമാരടക്കമുള്ളവരാണ്. കടകംപള്ളി അടക്കമുള്ളവർ അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ളവരിലേക്ക് ഈ അന്വേഷണം പോകുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ CPM വല്ലാതെ അസ്വസ്ഥപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെ കൊണ്ടുവരാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സോണിയാഗാന്ധിയെക്കുറിച്ച് നിങ്ങളുടെ ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അഖിലേന്ത്യാ നേതൃത്വം പറയണം. അത് പറയാൻ തയ്യാറുണ്ടോ? അല്ല ചാനൽ ചർച്ചയ്ക്ക് ഇവിടുന്ന് ആളുകളെ കയ്യിലേക്ക് പഴയ ഫോട്ടോ കൊടുത്തു വിട്ടിട്ട് ഒരു കാര്യമില്ല. പാർട്ടിക്ക് പോലും അങ്ങനെ ആക്ഷേപമില്ല, നിങ്ങൾക്ക് അങ്ങനെ ആരോപണവും ഇല്ല. ഇല്ലാത്ത ആരോപണം വന്നിട്ട് പറയാൻ കാര്യമുള്ളൂ. ശരി, ഇപ്പൊ ഈ അന്വേഷണം രാഷ്ട്രീയം അങ്ങോട്ടും രാഷ്ട്രീയം പറയും, അവരങ്ങനെ പറയുള്ളൂ. ഈ പറഞ്ഞ പറഞ്ഞ SIT സംഭവിക്കുന്നത് എന്താണ്? ഈ ഗോവർദ്ധൻ, പോറ്റി, ഭണ്ഡാരി, ഈ പറഞ്ഞ ട്രയോ ഉണ്ടല്ലോ, ട്രയോ വാതൊന്നും സത്യം പറയുന്നില്ല. ഈ ഭണ്ഡാരിയും ഗോവർദ്ധനൊക്കെ വന്ന് കയറിയിരിക്കുന്നത് വളരെ കൃത്യമായ അഭിഭാഷകരുടെ നിയമോപദേശത്തിൽ വളരെ വളരെ ക്രൂക്കഡായ വാദങ്ങളുമായാണ്. അത് പൊളിക്കാൻ SIT കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് പൊളിച്ചാൽ മാത്രമേ ഇവിടുന്ന് കടൽ കടന്നു പോയെങ്കിൽ നമ്മുടെ അയ്യപ്പൻ്റെ ഈ സാധനം കണ്ടെത്താൻ പറ്റൂ. അത് സത്യം. തിരികെ നമ്മുടെ വളരെ ശേഷം VS ഇതിൻ്റെ ഇവിടെ ഈ കടൽ കടന്ന ആരോപണമൊക്കെ വരുന്നുണ്ട്. അത് വരുമ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറപ്പായും ലോജിക്കുണ്ട്. പക്ഷേ ED, CBI ഒക്കെ രാഷ്ട്രീയ വേട്ടകൾ ഉപകരണങ്ങളിൽ ശക്തമായ പ്രതിപക്ഷ ആരോപണങ്ങൾ നിലനിൽക്കവേ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ മാത്രം വടക്കു നോക്കി എന്ന കണക്കിരിക്കുന്ന ED കൺവിക്ഷൻ റേറ്റ് അടക്കം തെളിവായി നിൽക്കുമ്പോൾ ഈ CBI അന്വേഷണത്തൊക്കെ അങ്ങ് കണ്ടുപിടിക്കും എന്നെങ്ങനെയാണ് വിശ്വാസ സമൂഹത്തിന് വിശ്വാസം വരിക? ശ്രീജിതിൻ ദേവ്. ഹാഷ്മി, ഈ കടൽ കടന്ന ആരോപണം പറയുമ്പോൾ സുരേഷ് കുമാർ പറയുമ്പോൾ അതൊരു കാര്യം കൂടെ ഉണ്ട്. ഈ 2016 ശേഷം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 9 തവണയാണ് ദുബായി പോയിട്ടുള്ളത്. എന്തിനാണ് അദ്ദേഹം ഇത്രയും തവണ കടൽ കടന്ന് ദുബായി പോയെന്നുള്ളത് രഹസ്യാന്വേഷണ ഏജൻസികൾക്കല്ല സഖാക്കന്മാർക്ക് അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. 9 തവണയാണ് അദ്ദേഹം പോയത്. എന്തായാലും അദ്ദേഹം പണ്ട് ക്യൂബ മുഹമ്മദിനെ പറ്റിച്ച് വിട്ടതുപോലെ സാർവദേശീയ അതിനുള്ള പ്രയോജനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഇത് പോകുന്ന അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. സാർവദേശിക തൊഴിലാളികളുടെ അല്ല അതിനുള്ള പ്രയോജനമൊക്കെ ഉണ്ട് ഹാഷ്മി നാട്ടിലെ ജനങ്ങൾക്കും. അതാണ് ഒമാനിലൊക്കെ പോയത്, കണ്ടാൽ മതി. ഒന്ന് ആ വീഡിയോ ഒക്കെ നിർത്തിട്ട് കാണും സുരേഷ് കുമാർ. അപ്പോ സാർവദേശിക ഒരു മിനിറ്റ്, എന്റെ സമയല്ലേ രഹസ്യാന്വേഷണ ഏജൻസികൾക്കല്ല സഖാക്കന്മാർക്ക് അറിയാവുന്നതാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യം. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം പ്രധാനമന്ത്രി പോയതിന്റെ കണക്ക് നമുക്ക് എടുക്കാം. പിന്നെ അങ്ങ് പറഞ്ഞ EDയുടെ കൺവിക്ഷൻ റേറ്റ് ഇതൊരു CPM നറേറ്റീവാണ് ഹാഷ്മി. അങ്ങ് അത് കൂട്ടി വെച്ച് വായിക്കുന്നത് 6544 ഞാൻ പറയട്ടെ ഹാഷ്മി, 6544 കേസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കൺവിക്ഷൻ റേറ്റിന്റെ കാൽക്കുലേഷൻ ഉണ്ടാവുന്നത്. കഴിഞ്ഞ 2019 ശേഷം ED കുറ്റപത്രം സബ്മിറ്റ് ചെയ്ത് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ള 41 കേസിലാണ്. അതിനകത്ത് 38 എണ്ണം 6544. രാഷ്ട്രീയ കേസ് എത്ര? അതിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം എടുത്ത കേസ് എത്ര? അതിൽ BJPയിലേക്ക് വന്നപ്പോൾ കേസ് ആവിയായി പോയ കേസ് എത്ര? കണക്ക് കൃത്യമുണ്ട്. 4541 കേസിൽ 38 കേസുകളും ED കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. 41 ജഡ്ജ്മെന്റ് വന്നപ്പോൾ 38 എണ്ണം EDക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങ് 92% ഒരു കൺവിക്ഷൻ റേറ്റ് കൂടെ അവിടെ ഉണ്ട്. നമ്മൾ ഈ കോടതി കെട്ടിക്കിടക്കുന്ന കേസിന്റെ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസ് ഹാഷ്മി ഞാൻ കറപ്ഷൻ കേസുകളുടെ കൺവിഷൻ പോയിന്റ് 1 ആണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്ത കേസ് നോക്ക്, രാഷ്ട്രീയ കേസ് നോക്ക്. എത്ര ജഡ്ജ്മെന്റ് വന്നപ്പോൾ മൊത്തം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാ ഈ പറയുന്നത്. BJPയിലോട്ട് വന്നാലോ കേസുകൾ ആവിയായി പോകും. എത്ര ഉദാഹരണം വേണം? നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ നമ്മുടെ വിഷയം അതല്ല, പാർലമെന്റിൽ പറഞ്ഞതാ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് 41 കേസ് 5892 കേസ് ED ഫയൽ ചെയ്തതിൽ 0.1% കൺവിഷൻ റേറ്റ് ഉണ്ട്. ജനുവരി 1-ന് 30-ന് ഇടയില് തെറ്റ് ചെയ്തവർക്കെതിരെയാണ് കേസ് എടുക്കുന്നത്. 1 2 അത് പോട്ടെ. 2 കേരളത്തിലെ കോടതിയിൽ കിട്ടുന്ന കേസിന്റെ കൺവിഷൻ റേറ്റ് പരിശോധിച്ച് അങ്ങേക്ക് ഇതിനേക്കാൾ വലിയൊരു ഉത്തരവിടെ കിട്ടും. അത് പോട്ടെ. പിന്നെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കേസിന് ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തിന് ഒരു ബ്ലണ്ടറായിട്ട് കരുതരുത്. ഈ സോണിയാഗാന്ധിയെ ഈ പറഞ്ഞ വിവാദം പോയിട്ട് കാണുന്ന സമയത്ത് മാഡം സോണിയാഗാന്ധി UPA ചെയർപേഴ്സണാണ്. നോക്കൂ, സന്ദീപ് വാര്യർ ഇപ്പം കോൺഗ്രസിൽ നിന്ന് വന്നതിന് ശേഷം 1 വർഷം ഇതുവരെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല സോണിയാഗാന്ധി. അടൂർ പ്രകാശ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പോലുമില്ല. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോയി കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അതെന്താണെന്ന് പറയാം. ഞാൻ അതിനകത്ത് സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തിന് കണ്ടു എന്ന് പറയാനുള്ള രാഷ്ട്രീയ ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, EDക്ക് തെളിയിക്കാൻ പറ്റുമോ, CBIക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കൂ. CBI ആയാലും ED ആയാലും ഈ കാര്യത്തിനകത്ത്
ഇതിന് കൃത്യമായ തെളിവുകൾ സമർപ്പിച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ഇതിനകത്തുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുകയാണ്. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, ഹാഷ്മി ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹവും മതേതര സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇ ഡി വരണം. ഈ കടൽ കടന്നൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഇ ഡിയുടെയും സി ബി ഐയുടെയും വരവ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് സി ബി ഐ ഇന്ന് ഹൈക്കോടതിയിൽ അത് അന്വേഷിക്കാൻ, കോടതി പറഞ്ഞാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭണ്ഡാരി, ഗോവർദ്ധൻ, പോറ്റി ത്രയം പൊളിക്കാൻ സാധിച്ചില്ല. ആ കണ്ണി പൊട്ടിച്ചെങ്കിൽ മാത്രമേ ആ ചങ്ങലയിലേക്ക് മറ്റുള്ളവരെ ബന്ധിപ്പിക്കുവാനും കളവ് പോയ മുതൽ, അടിച്ചുകൊണ്ട് പോയ മുതൽ തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് സി ബി ഐ അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഈ ഫൈനൽ റിപ്പോർട്ടൊക്കെ SIT കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിലേക്ക് വിരൽ ചൂണ്ടും എന്നുള്ള മുമ്പോട്ട് പോകുന്നത്. അല്ല, സുരേഷ് കുമാർ, ഏതാണ്ട് സ്വാഭാവികം അതിലേക്ക് തന്നെയാണ് വരിക. കാര്യം എന്താണ്, ഇത് കടൽ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ SITക്ക് അതിൽ പരിമിതികളുണ്ട്. CBI ഉറപ്പായും വരണം. CBI വരുമ്പോൾ, ED വരുമ്പോൾ, അന്വേഷണം കൂടുതൽ കടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഈ കേസിൽ ജയിലിനകത്താണ്. സുരേഷ് കുമാർ, നിങ്ങൾ നടപടി എടുത്തിട്ടില്ല. അല്ലല്ല, ഒരു ആശങ്കയും അക്കാര്യത്തിലില്ല എന്നുള്ളത് എനിക്ക് മുൻപേ തന്നെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ കഴിഞ്ഞ കുറേ കാലമായി എല്ലാ കാലത്തും എല്ലാവരെയും ഒരുപാട് കാലം പറ്റിക്കാമെന്നുള്ള നിലയിലുള്ള കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് നേരെ തന്നെ തിരിയുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും അവർക്കും അവരുടെ നേതാക്കന്മാർക്കും ഒക്കെയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വവും പങ്കുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തു വരുമ്പോൾ അങ്കലാപ്പിലാകുന്ന ആളുകൾ ഈ ഉത്സവപ്പറമ്പിൽ മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്ന കള്ളന്മാരെ പോലെ ചുറ്റും നിൽക്കുന്നവരെ കള്ളൻ എന്ന് വിളിച്ച് പരിഭ്രാന്തി വരുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് കേരളത്തിന്റെ പ്രതിപക്ഷ മറന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം അദ്ദേഹം മറക്കുകയാണ്. എന്തായാലും ആ കള്ളന്മാർ ആരൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവൻ ആരൊക്കെയാണെങ്കിലും ഏത് ഉന്നതന്മാരും തൂക്കി അകത്തിടണം. അതുകൊണ്ടായില്ല. ഇപ്പോൾ ഇരിക്കുന്ന പാലുകൾ ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണെങ്കിൽ വിശ്വാസി വഞ്ചനയാണ് നടക്കുന്നത്. ആ വിശ്വാസികൾക്ക് നീതി കിട്ടണമെങ്കിൽ കാലാകാലങ്ങളിൽ അവിടെ ഇരുന്ന ഒറിജിനൽ പാളികൾ വന്നേ പറ്റൂ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.